കേരള സർവകലാശാലയിൽ വിസിയുടെ പ്രതികാര നടപടി. യൂണിയൻ തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ രൂപീകരിച്ചു. ഇതോടെ നിലവിലെ യൂണിയൻ അസാധുവാകും. വിസിയുടെ നീക്കം കലോത്സവം തടയാൻ SFI, കലോത്സവ സ്പോർട്സ് മീറ്റ് ഫണ്ടുകൾ അനുവദിക്കാത്ത വിസിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചെയ്തു. ഉമേഷ് പറയൂ. ഈ മാസം 28 വരെ ഈ യൂണിയൻ, അതായത് നിലവിലെ സർവകലാശാലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡന്റ് യൂണിയന് കാലാവധി ഉണ്ടായിരിക്കുകയാണ്. ഇന്നത്തെ പ്രതിഷേധത്തിനിടെ ഒരു അസാധാരണമായ നീക്കം ഇപ്പോൾ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ നടത്തിയിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ യൂണിയൻ ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ യൂണിയൻ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന കേരള സർവകലാശാല യൂണിയൻ അസാധുവായി മാറും. ഈ അസാധുവായി മാറുന്നതോടുകൂടി ഇപ്പോൾ ഈ സമരങ്ങൾ നടത്തിയത് പ്രധാനമായി ഈ യൂണിയന് സർവകലാശാലയിലെ കലോത്സവം നടത്താൻ അനുവദിക്കുക, അതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. എന്തായാലും ആ ആവശ്യം ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. എന്തായാലും SFIയുടെ സമരം, നിങ്ങളുടെ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനിടെ ഇപ്പോൾ തീരുമാനം ജനറൽ കൗൺസിൽ തീരുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ യൂണിയനെ അസാധുവാക്കിക്കൊണ്ടൊരു തീരുമാനം VC എടുത്തിരിക്കുന്നു. എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞല്ലോ, മോഹൻ കുന്നുമൽ എന്ന VC ഇന്നിരിക്കുന്ന സ്ഥാനത്തോട് തീർച്ചയായും നീതി പുലർത്താത്ത ആളാണ്, അയോഗ്യനായ ഒരാളാണ്. ആ യോഗ്യനായ ഒരാൾ വന്നിരിക്കുന്ന സ്ഥാനത്തോട് ബഹുമാനം കാണിക്കില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യപരമായി വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത ഒരു യൂണിയനെ അതിനെ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധമായി ഇന്നിപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതിൻ്റെ അവകാശങ്ങൾ, കലോത്സവം നടത്താനുള്ളത്, അതിനെ തുടർന്ന് സർവകലാശാല പരിപാടികൾ നടത്താനുള്ള എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ആദ്യത്തെ പ്രവൃത്തിയല്ല. സംഘപരിവാർ എന്തൊക്കെയാണോ പറയുന്നത്, വിദ്യാർത്ഥികൾക്ക്, സ്വാഭാവികം വിദ്യാർത്ഥികളുടെ അവകാശം കൂടിയാണല്ലോ ഈ കലോത്സവങ്ങളെല്ലാം നടത്തിലാക്കുക എന്നെല്ലാം യൂണിയന്റെ കൂടി അവകാശമാണ്. ആ യൂണിയന്റെ അവകാശവും നിഷേധിക്കണം. തീർച്ചയായും ഞാൻ പറയുന്നത് ഇതൊരു ലാർജർ കോണ്ടസ്റ്റിൽ ഈ സർവകലാശാലയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും അവകാശത്തെ നിഷേധിക്കലാണ്. ഒരു പക്ഷേ SFIയും VCയും തമ്മിലുള്ള വിഷയമാക്കി ഇതിനെ ചുരുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഇതിൽ കാണേണ്ടത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ സ്റ്റാൻഡ് കൂടിയാണ്. KSUO, MSFO, മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ പോലും തയ്യാറല്ല. അപ്പൊ നിലവിൽ SFI ആണ് യൂണിയൻ ഭരിക്കുന്നത്. ഈ യൂണിയന് എന്തായാലും കലോത്സവം നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. തുടർച്ചയിൽ ഞങ്ങൾ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകും. നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കും. ഈ തെറ്റായ നിലപാട് ഉയർത്തുന്ന മോഹൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള ആളുകളെ തിരുത്താൻ ആവശ്യമായി. ഇവരൊക്കെ ഈ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ശക്തമായ സമരം മുന്നേ തുടങ്ങിയതാണ്. അത് തുടരും. ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലല്ലോ ഇപ്പോഴും തയ്യാറല്ല. നേരത്തെ രജിസ്ട്രാറെയാണ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുത്തിയത്. രജിസ്ട്രാർക്ക് ഒരു വാക്കുമിണ്ടാൻ കഴിയുന്നില്ല. നമുക്ക് ഡമ്മിയാണ്. എന്താണ്, സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ നിലപാടെടുക്കുന്ന ഒരാൾ പോലും ആ സർവകലാശാലയുടെ ഒരു സ്ഥാനത്തും ഇരിക്കരുത് എന്നാണ് നിലപാട്. വ്യക്തമാണ്. എന്തായാലും സുഹൈൽ, ഇത് ഏറ്റവും പ്രധാന കാര്യം ഇതാണ്. അതായത് ഒരു ഭാഗത്ത് SFI സമരം നടത്തുന്നു, അതേസമയം മറുഭാഗത്ത് ആ യൂണിയനെ തന്നെ അസാധുവാക്കിക്കൊണ്ട് ജനറൽ കൗൺസിൽ യോഗം തീരുമാനം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു. ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയതോടുകൂടി നിലവിലെ സ്റ്റുഡന്റ് യൂണിയന്റെ പവർ നഷ്ടപ്പെടുന്നു, അത് അസാധുവായി മാറിയിരിക്കുന്നു. എന്തായാലും ഇതിൽ SFI പ്രതിഷേധം തുടരുമെന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് പ്രതികാര നടപടി മോഹൻ കുന്നുമേൽ എടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.